നെക്സ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. റൈറ്റ് ദ ക്വാണ്ടം നമ്പേഴ്സ് ഓഫ് ദ ഫോളോയിങ് ഓർബിറ്റൽസ്. താഴെ കൊടുത്തിരിക്കുന്ന ഓർബിറ്റലുകളുടെ ക്വാണ്ടം നമ്പറുകൾ എഴുതുക എന്നാണ്. 1s നമുക്ക് തന്നിട്ടുണ്ട്, 1s തന്നിട്ടുണ്ട്, 2p തന്നിട്ടുണ്ട്, 4s തന്നിട്ടുണ്ട്, 3d തന്നിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് നമ്മൾ 1s എടുക്കുക. 1s എല്ലാ ക്വാണ്ടം നമ്പേഴ്സും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എന്തെഴുതണം? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ. ഇവിടെ ഏതാ നോക്കുക? 1. അസിമൂത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂ എൽ വാല്യൂ ഏതാണ് ഓർബിറ്റൽ നോക്കുക? യെസ്, അതുകൊണ്ട് 0. ഇനി എന്താണ്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എം എൽ വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ വരിക 0. എം എസ് വാല്യൂ എന്ന് പറയുന്നത് എന്താവാം? +½ ആകാം, അല്ലെങ്കിൽ -½ ആകാം. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇനി നെക്സ്റ്റ് 2p. n വാല്യൂ 2, l വാല്യൂ p ആണ്, അതുകൊണ്ട് 1. ഇനി എം എൽ വാല്യൂ എഴുതുന്നത് ശ്രദ്ധിക്കുക. എം എൽ വാല്യൂ l വാല്യൂ 1 ആണ്, അതുകൊണ്ട് എന്ത് വരും? -1, 0, +1. ഇനി എം എസ് വാല്യൂ എഴുതണം എന്നില്ല. ഇവിടെ ഇലക്ട്രോണിൻ്റെ എണ്ണം തരാത്തത് കൊണ്ട് നമുക്ക് എം എസ് വാല്യൂ എഴുതണം എന്നില്ല. സ്പിൻ ക്വാണ്ടം നമ്പർ ഇലക്ട്രോണിൻ്റെ എണ്ണം തന്നിട്ടില്ല, ഓർബിറ്റലിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് സ്പിന്നിങ് നമുക്ക് ഇവിടെ പറയണം എന്നില്ല. ഇനി നെക്സ്റ്റ് ഇപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? 2p എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓർബിറ്റലിലാണ്, p സബ്ഷെല്ലാണ്. 3 ഓറിയൻറ്റേഷൻ ഉണ്ടാവും, 3 ഡിഫറെൻറ്റ് ടൈപ്പ് p ഓർബിറ്റൽ ഉണ്ടാകാം. അതാണ് ഇതിൽ കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നെക്സ്റ്റ് 4s. n വാല്യൂ എത്ര വരിക? 4. s വാല്യൂ 0. ദെൻ എം എൽ വാല്യൂ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വാല്യൂ 0 തന്നെ. ഇവിടെ സ്പിൻ എഴുതേണ്ട, കാരണം ഇലക്ട്രോണുകളെ തന്നിട്ടില്ല. ഇനി നെക്സ്റ്റ് 3d. n വാല്യൂ 3, l വാല്യൂ 0 ആണെങ്കിൽ എസ് ആണ്, 1 ആണെങ്കിൽ പി ആണ്, 2 ആണ്. ഇനി അതുകൊണ്ട് എം എൽ വാല്യൂ ഉണ്ടാകും. എം എൽ വാല്യൂ എവിടുന്ന് തുടങ്ങും? -2, -1, 0, +1, +2. ഇത്രയും എം എൽ വാല്യൂസ് ഉണ്ടാകാം. അതുകൊണ്ട് 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡി ഓർബിറ്റൽ ഉണ്ട്, അല്ലെങ്കിൽ 5 ഡയറക്ഷനിൽ തിരിഞ്ഞു നിൽക്കുന്ന ഡി ഓർബിറ്റലുകൾ ഉണ്ട് എന്നാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി പറയാം. റൈറ്റ് ദ ഡെസിഗ്നേഷൻ ഓഫ് ദ ഫോളോയിങ് ഓർബിറ്റൽസ്. താഴെ കൊടുത്തിരിക്കുന്ന ഓർബിറ്റുകൾ ഏതാണെന്ന് ഡിസൈൻ ചെയ്യാൻ ഓർബിറ്റലിനെ ഡിസൈൻ ചെയ്യാൻ. ഇതിൽ തന്നിട്ടുള്ള ഡാറ്റാസ് n = 1 ആണ്, l = 0 ആണ്, എം എൽ ഓൾസോ =0 ആണ്. ഇതാണ് തന്നിരിക്കുന്നത്. n = 1, ഒന്നും നോക്കാനില്ല, 1 അവിടെ എഴുതി വെക്കുക. l 0 ആണ്, ഒന്നും നോക്കാനില്ല, s എന്ന് എഴുതി വെക്കുക. എം എൽ വാല്യൂ 0 ആണെന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് എസ് ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിസൈൻ ചെയ്തു നമ്മൾ. ഏതാണ്? n വാല്യൂ 1ഉം l വാല്യൂ 0 ആണെങ്കിൽ 1s ഓർബിറ്റലിനെയാണ് അത് മെൻഷൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് n = 3, l = 0, എം എൽ ഓൾസോ =0. എം എന്നും തരും, എം എൽ എന്നും തരും. ദെൻ ഇവിടെ എക്സാമിനൊക്കെ മെയിനായിട്ട് നമുക്ക് എം എൽ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ n = 3 നോക്കാനില്ല, 3. ഇത് 0, എസ്, എം എസ്, 3s റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് n = 3, l = 2. നമുക്ക് 3 എഴുതി വെച്ചു. ഡി ഓർബിറ്റലാണ്, കാരണം 0 എന്ന് പറഞ്ഞാൽ എസ്, 1 എന്ന് പറഞ്ഞാൽ പി, 2 എന്ന് പറഞ്ഞാൽ ഡി. 3D ഓർബിറ്റലിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് n = 2, l = 1. ഏത് ഓർബിറ്റലിനെയാണ് ഡിസൈൻ ചെയ്യുന്നത്? 2, l = 1 എന്ന് പറയുന്നത് 2p. ഇങ്ങനെയാണ് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് തന്നാൽ ഏത് ഓർബിറ്റലിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും.